എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. ആബാപിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനം 19 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യൻ ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു, മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാക്കുന്നു. അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിൻ്റെയും തങ്കത്തേക്കാൾ അഭികാമ്യമാണ്, അവ തേനിൻ്റെയും തേൻകട്ടയേക്കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ദാവീദ് രാജാവിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി സങ്കീർത്തനം 19 അധ്യായം നാം കാണുമ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനോടുള്ള ആഴമായ സ്നേഹവും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. സൃഷ്ടിയിലൂടെയും വിശുദ്ധ ലിഖിതങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനും നാം ദൈനംദിനം നേരിടുന്ന വെല്ലുവിളികളിലൂടെയും നടുവിൽ വളരെ ഏറെ പ്രസക്തമാണ്. ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്നതിൽ നാം വീഴ്ച വരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ ലോകത്തിലെ ലൗകിക കാര്യങ്ങൾക്കും സ്വന്തം കഴിവുകളിൽ നാം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവകൃപ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. കൃപയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ദൈവാനുഗ്രഹങ്ങൾ ഇല്ലാത്തവരെ പോലെ ആയിത്തീരുന്നു, വിജാതീയരെ പോലെ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. സങ്കീർത്തനം 19
ദാവീദ് പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കരവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ വിശാലത, സൂര്യൻ്റെ യാത്ര, നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ദൈവത്തിൻ്റെ അസ്തിത്വത്തിനും ശക്തിക്കും ജ്ഞാനത്തിനും തെളിവുകളായി ദാവീദ് നിരത്തുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള പ്രത്യേക വെളിപ്പെടുത്തലിനെ ദാവീദ് പ്രശംസിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം സൽഗുണമുള്ളതും പ്രാണനെ തണുപ്പിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം കുറ്റമറ്റതും വിശ്വസനീയവും ശരിയായതുമാണെന്നും അത് ജ്ഞാനത്തിലേക്കും സന്തോഷത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കുന്നു എന്നും ദാവീദ് പറയുന്നു. ദൈവത്തിൻ്റെ വചനം പൊന്നിനേക്കാൾ അഭികാമ്യവും തേനിനേക്കാൾ മാധുര്യമുള്ളതുമാണെന്ന് ദാവീദ് പറയുന്നു. ദാവീദ് സ്വന്തം ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും ശുദ്ധീകരണം ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. മറഞ്ഞു കിടക്കുന്നതും അഹങ്കാരപരമായതുമായ പാപങ്ങളെക്കുറിച്ച് ദാവീദ് സ്വയം തിരിച്ചറിഞ്ഞു. പാപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാനും തനിക്ക് വഴികാട്ടാനും ശക്തി നൽകാനും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ വാക്കുകളും ഹൃദയവും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമാകാൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങൾ, വിനോദങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ നേടാനുള്ള ആഗ്രഹം, സഹോദരീ സഹോദരന്മാരെ, ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ സമയവും ഊർജവും കവർന്നെടുക്കുകയും പ്രാർത്ഥന, ബൈബിൾ പഠനം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മെ അകറ്റാനുള്ള റെഗുലർ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് മാറുകയും ചെയ്യും. സ്വന്തം കഴിവുകളിൽ മാത്രം ആശ്രയിക്കുന്നതും ലോകകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നതും ദൈവത്തിലുള്ള ആശ്രയബോധം പാടെ ഇല്ലാതാക്കും. ഇതാണ് നമ്മളുടെ അനന്തര തലമുറയും കണ്ടു വളരുന്നത് എന്നുള്ളത് ഗൗരവമായിട്ടെടുക്കാം. ഇത് ദൈവകൃപയിൽ നിന്ന് നമ്മെ പാടെ അകറ്റുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ പ്രവൃത്തിയിൽ, ക്രിസ്തുവിൻ്റെ വഴികളിൽ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന് പകരം സ്വന്തം നീതിയിൽ, ന്യായീകരണങ്ങളിൽ ആശ്രയിക്കുമ്പോഴാണ് ഈ കൃപയിൽ നിന്ന് വീഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ നാം വേറൊരു ദൈവമായി നമ്മളെ തന്നെ വാഴിക്കുന്നു. ദൈവവുമായുള്ള ആത്മബന്ധമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ പൊതുവായ കരുണ മാത്രമേ ലഭിക്കൂ, ദ മേഴ്സി. ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർക്കും അത് ലഭ്യമാണെന്ന് നാം ഓർക്കാം. പക്ഷേ അത് നിത്യരക്ഷയിലേക്ക്, ഫോർ യുവർ ആൻഡ് മൈ സാൽവേഷൻ, നയിക്കണമെന്നില്ല. വ്യക്തിപരമായ ഒരു ദൈവബന്ധം ഉണ്ടാകില്ല എന്നതിനെയാണ് പുറജാതികളെ പോലെ കരുണ തേടുക എന്ന വചനഭാഗങ്ങൾ ബൈബിളിൽ സൂചിപ്പിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് നമ്മളുമായി ഒരു ബന്ധം, ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാനും നമ്മുടെ ശക്തിയും വീണ്ടെടുപ്പുകാരനുമാകാനും സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും നൽകാനും കൊതിയോടെ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് വെക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യവും നിത്യരക്ഷയുടെ ഒരു പ്രീ ക്വാളിഫയറും ആണ്. പ്രകൃതിയിലെ ദൈവത്തിൻ്റെ പല വെളിപ്പെടുത്തലുകളെ നാം വിലമതിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും ദൈവത്തിന് വേണ്ടി പരിപാലിച്ച് അവിടത്തേക്ക് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്ന ജീവിതശൈലി നമുക്ക് അവലംബിക്കാം. ദൈവവചനത്തിൽ സന്തോഷിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം നൽകാം. അത് വായിക്കുകയും പഠിക്കുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുക. ഇന്നലെ രാത്രിയിൽ ഒരു സൈലൻ്റ് അറ്റാക്ക് വന്ന് തീരാവുന്ന ജീവിതമല്ലായിരുന്നോ? എന്തുകൊണ്ടാണ് കർത്താവ്, പിതാവായ ദൈവം ഇന്നും നമ്മളെ ബാക്കി വച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വീണ്ടും ഒരവസരം. വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കുകയും ജ്ഞാനം നൽകുകയും സന്തോഷം നൽകുകയും വെളിച്ചം പകരുകയും നമ്മളെയും നമ്മുടെ കൂടെയുള്ളവരെ ഹീൽ ചെയ്യുകയും ചെയ്യും. ആത്മശുദ്ധീകരണത്തിനും മാർഗനിർദ്ദേശത്തിനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രഹസ്യ പാപങ്ങൾക്കും അഹങ്കാരപരമായ പാപങ്ങൾക്കും തമ്പുരാനോട് ക്ഷമ ചോദിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനും കർത്താവിൻ്റെ സഹായം അഭ്യർത്ഥിക്കാം. ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അത് തിരിച്ചറിയുകയും ഒഴിവാക്കുകയും ചെയ്യാം. അത് ലോകത്തിൻ്റെതായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസാണ്, സാത്താൻ്റെ മാനിപ്പുലേഷനാണ്. ഹവായിക്ക് ആപ്പിൾ കൊടുത്തതുപോലെ ഇന്ന് നമ്മളുടെ ചുറ്റും പല കളർഫുള്ളായിട്ടുള്ള പല ആപ്പിളുകളുമുണ്ട്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, അതുപോലുള്ള പല നമ്മളുടെ ലൈഫിൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന എന്ത് ഡിസ്ട്രാക്ഷനുമായിക്കോട്ടെ, തെറ്റായ ചിന്തകൾ,
ഇതെല്ലാം ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം എടുത്തു മാറ്റിയേ പറ്റൂ. ആത്മാവിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്നെങ്കിൽ കൃപയിൽ വളരാം. രക്ഷയും നീതിയും നമ്മുടെ പ്രയത്നങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ളതാണ് എന്ന് തിരിച്ചറിയാം. ക്രിസ്തുയേശുവിലൂടെയുള്ള ദൈവകൃപ നമ്മുടെ സാൽവേഷന് കാരണമാകും. ദൈവത്തെ നാം കൂടുതൽ ആശ്രയിക്കുന്നതിന് നമ്മുടെ പാപബോധവും പശ്ചാത്തലവും അത് കർത്താവിലേക്ക് നമ്മളെ നയിക്കും. സങ്കീർത്തനം 19 ആഴമായി ചിന്തിക്കുകയും അതിൻ്റെ ഉൾക്കാഴ്ചകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒന്നാം സ്ഥാനം കൊടുക്കുവാനും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ ശക്തിയോടും സമാധാനത്തോടും കൂടി നേരിടാനും നമ്മുടെ അപ്പൻ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ഈ ലോകത്തിൽ തന്നെ ഒരു മുൻ അനുഭവമായി അനുഭവവേദ്യമാക്കാനും നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.